ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വർഷങ്ങളായിട്ട് പച്ചക്കറി കച്ചവടം നടത്തുന്ന നമ്മുടെ പൊന്നാനിക്കാരനായ ഉമ്മർക്കയാണ്. जब दिन ढल जाए सांझ की दुल्हन बदन चुराए चुपके से आए. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിങ് സെന്റർ. വർഷങ്ങളായിട്ട് നമ്മൾ ഇദ്ദേഹത്തിനെ കാണുന്നുണ്ട്. ഈ വണ്ടി തള്ളിയിട്ട് പോകും. ആ തുടക്കത്തില് കിഴങ്ങ് കച്ചവടമായിരുന്നു അല്ലേ? അത് ശരിയാ. ഇപ്പോ പച്ചക്കറി ഐറ്റംസ് ആയിട്ട് ഏതൊക്കെ പൊന്നാനിയുടെ ഇടവഴികളിലൂടെ എങ്ങനെ പോകും? അണ്ടത്തോടമ്പലം, അങ്ങനെ കോയമ്പുറം, അങ്ങനെ നെയ്തലൂര്, എങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും. വർഷങ്ങളായിട്ട് ഒരു സ്ഥാപനം തുടങ്ങാനൊന്നും ഒരു മാറ്റം. സ്ഥാപനം വാടക കൊടുക്കണ്ടേ? ഇതാകുമ്പോ അങ്ങനെ നമ്മള് ശരീരത്തിനും ആരോഗ്യമുണ്ട്, നടക്കുന്ന അസുഖങ്ങളൊന്നുമില്ല. അങ്ങനെ പോകാം, അങ്ങനെ അസുഖമില്ല, അങ്ങനെ പോകും. പിന്നെ ഒരുപാട് പേരെ കാണാം, എല്ലാം കാണാം, പരിചയമുള്ളവരെല്ലാം കാണും ചെയ്യാം. ഞങ്ങൾക്ക് എന്റെ ചെറുതായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കാണുന്നുണ്ട്, ഈ വണ്ടി തള്ളിയിട്ട് ഇങ്ങനെ വരുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും നമ്മളെ അൽഹംദുലില്ലാഹ് കാണാൻ കഴിയുന്നുണ്ട്. കുടുംബങ്ങളൊക്കെ എങ്ങനെ? വീട്ടുകാർ കുടുംബമൊക്കെ എല്ലാവരും ഉണ്ട്, എല്ലാവരും സുഖമാണ്. മക്കളൊക്കെ ഉണ്ട്. ഇപ്പൊ എങ്ങനെ കച്ചവടം ചെയ്യുമ്പോ എങ്ങനെ? കുഴപ്പമില്ല, അങ്ങനെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. താമസമൊക്കെ എവിടെ? ആർവിന്റെ അവിടെ, ഷാണയില്. അത് ശരിയാ. എവിടെ നിന്ന് സാധനങ്ങളൊക്കെ അങ്ങാടിയിൽ നിന്ന് തന്നെ എടുക്കണത്? പൊന്നാനി അങ്ങാടിയിൽ നിന്ന് എടുത്തിട്ട് ഇപ്പൊ ഏതൊക്കെ റൂട്ടിലേക്കാണ് പോകുന്നത്? ഇപ്പൊ റോഡ് കോയമ്പുറം, ആ ഭാഗം, അങ്ങനെ നെയ്തലൂർ, അങ്ങനെയൊക്കെ പോയത്. സ്ഥിരമായിട്ട് ഓരോ റൂട്ട് തന്നെയാണോ? ഇല്ല, ഇപ്പൊ ഇന്നലെ ഈ റൂട്ടായിരുന്നു. ഇന്ന് കോയമ്പുറം ആ ഭാഗങ്ങളിൽ, ഞാൻ മറ്റന്ന് വേറെ ഭാഗം, അങ്ങനെ കുറെ ദിവസമായിട്ട്. എത്ര രൂപക്ക് കച്ചവടം ചെയ്യാൻ കഴിയും ഒരു ദിവസം? കൂടുതൽ റോളിംഗ് ആയിട്ട് ഇങ്ങനെ പോകും. റോളിംഗ് ആയിട്ട് പറ്റി കടം വാങ്ങുന്നവരും അങ്ങനെ കൊടുത്തിട്ട് വാങ്ങിട്ട്. എന്തായാലും അൽഹംദുലില്ലാഹ് സുഖമാണ്, റാഹത്താണ്. കൂടുതൽ സാധനങ്ങൾ ഇനി ഇറക്കാണ്ട് ഇതന്നെ മതി. ഇതന്നെ തള്ളി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് തള്ളിക്കൊണ്ടുപോകാൻ പൊന്തൂല. നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ആണ്. എക്സസൈസ് ആണ്. നല്ല ജിമ്മിനൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇത് പൊന്തിച്ചാൽ മതി അല്ലേ? എന്തായാലും സന്തോഷം നമുക്ക് ഇദ്ദേഹത്തിനെ പരിചയപ്പെടാൻ കഴിഞ്ഞതും. ഒരുപാട് പേര് ഇദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഗൾഫിൽ നിന്നൊക്കെ നമുക്ക് മെസ്സേജ് വരാറുണ്ട്. കാരണം ചെറുപ്പകാലങ്ങളിൽ ഉമ്മർഖാനെ കണ്ടിരുന്ന ഒരുപാട് പേര് എപ്പോഴും മെസ്സേജ് അയക്കാൻ. എന്തായാലും സന്തോഷമുണ്ട് നമുക്ക് ഇദ്ദേഹത്തിനെ പരിചയപ്പെടുത്താനും ഇദ്ദേഹത്തോട് കുറേ നേരം സംസാരിക്കാനും കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കുറച്ചെങ്കിലും പച്ചക്കറി നമ്മൾ വാങ്ങിക്കണം. തക്കാളി ആയിട്ടോ സവാള ആയിട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചെങ്കിലും വാങ്ങിക്കണം ഇദ്ദേഹത്തിൻ്റെ കാര്യം. കാരണം ദിവസം അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. ഓക്കെ, സന്തോഷം. വേണ്ട, സന്തോഷം.